പ്രധാനമന്ത്രി നരേന്ദ്രമോദി വല്യേട്ടനെ പോലെ എന്ന് പറയുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഇത്തവണ മോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് നേതാവിന്റെ വരവ്. തെലങ്കാന ഗുജറാത്ത് മോഡലിൽ വികസിപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്ന് രേവന്ത് റെഡ്ഡി പറയുന്നു. കേന്ദ്ര സർക്കാരുമായി യുദ്ധത്തിനില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും തെലങ്കാനയ്ക്ക് ആവശ്യമാണെന്നും രേവന്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. മോദിയുടെ $5 ട്രില്യൺ സമ്പദ് വികസനത്തിൽ തെലങ്കാനയും കൂട്ടുചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും നേതാവ് എടുത്തു പറഞ്ഞു. തീർന്നില്ല. തെലങ്കാനയ്ക്ക് മെട്രോ റെയിൽ പ്രൊജക്ടിന് കേന്ദ്ര ഫണ്ട് ആവശ്യമാണെന്നും രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തെലങ്കാനയും ഹൈദരാബാദും ചേർന്ന് നിൽക്കുമെന്നും രേവന്ത് പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെലങ്കാന സന്ദർശനത്തിനിടെ ഏകദേശം 56,000 കോടിയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. ആദിലാബാദിൽ നടന്ന ചടങ്ങിനിടെയായിരുന്നു 140 കോടി ജനതയാണ് തന്റെ കുടുംബമെന്ന പരാമർശം പ്രധാനമന്ത്രി നടത്തിയത്. അതേസമയം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അഴിമതിക്കാര്യത്തിൽ തെലങ്കാനയിലെ മുൻ BRS സർക്കാരിനെ പോലെയാണെന്ന് രേവന്ത് റെഡ്ഡി ദിവസങ്ങൾക്ക് മുൻപ് കുറ്റപ്പെടുത്തിയിരുന്നു. കെ ചന്ദ്രശേഖര റാവുവിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് പിണറായി വിജയൻ അദ്ദേഹത്തെ സന്ദർശിച്ചത് അഴിമതി പഠിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി നടത്തിയ പ്രസംഗത്തിൽ രേവന്ത് റെഡ്ഡി പരിഹസിച്ചു. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിച്ച സമരാഗ്നി ജാഥയുടെ സംസ്ഥാനതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രേവന്ത് റെഡ്ഡി. വെറും 6 വർഷങ്ങൾക്ക് മുൻപാണ് രേവന്ത് റെഡ്ഡി എന്ന 52കാരൻ TDP വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. പുതിയ പാർട്ടിയിലെ ശൈശവദശയിൽ തന്നെ രേവന്ത് തെലങ്കാന കോൺഗ്രസിന്റെ അധ്യക്ഷനായും നിയോഗിക്കപ്പെട്ടു. രേവന്തിനെ പാർട്ടിയുടെ അമരത്തിരുത്തിക്കൊണ്ട് തെലങ്കാനയിൽ നഷ്ടപ്പെടുത്തിയ പ്രതാപകാലത്തെ 2 വർഷം കൊണ്ട് കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. രേവന്തിന്റെ തോളിലേറിയാണ് തെലങ്കാനയിൽ കോൺഗ്രസ് ജീവൻ തിരിച്ചു പിടിച്ചിരിക്കുന്നതെന്നതിൽ പാർട്ടിക്കും സംശയമില്ല. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള കഠിന പ്രയത്നമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തെലങ്കാനയിലെ മഹ്ബൂബ് നഗർ സ്വദേശിയായ രേവന്ത് റെഡ്ഡി വിദ്യാർത്ഥിയായിരിക്കെ RSSന്റെ വിദ്യാർത്ഥി സംഘടനയായ ABVPയുടെ സജീവാംഗമായിരുന്നു. 2006 ആദ്യമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. 2007 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് MLC അംഗമായി. രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നതിനിടെ TDP നേതാവ് N ചന്ദ്രബാബു നായിഡുവിനെ കണ്ടുമുട്ടിയതാണ് രേവന്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായത്. ചന്ദ്രബാബു നായിഡുവിന്റെ സ്വാധീനത്തിൽ രേവന്ത് TDPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തു. 2015 MLC തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ രേവന്ത് MLAമാരെ പണം നൽകി സ്വാധീനിച്ചുവെന്ന ആരോപണങ്ങൾ ഉയർന്നത്. 2015 നടന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ TDP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനായി മറ്റൊരാൾക്ക് 50 ലക്ഷം രൂപ രേവന്ത് റെഡ്ഡി നൽകിയെന്നായിരുന്നു കേസ്. പിന്നാലെ അറസ്റ്റിലുമായി. രേവന്തിനെതിരെ ഉയർന്ന അഴിമതി ആരോപണവും ഭരണകക്ഷിക്ക് വലിയ ക്ഷീണമാണുണ്ടാക്കിയത്. എന്നാൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ട ഒരാളുടെ കൈപിടിച്ച് കോൺഗ്രസ് ഭരണത്തിലേറുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് തെലങ്കാന സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഈ മുഖ്യൻ മോദിയെ പുകഴ്ത്തി പറയുമ്പോൾ പൊള്ളുന്നത് കോൺഗ്രസിനാണ്. ഇത്തരം പുകഴ്ത്തലുകൾ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് കാത്തിരുന്നു തന്നെ കാണാം.